ശ്രീ ഡിന്നി, ഈ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ ഒരു റെസ്ക്യൂ ഓപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന പ്രതികരണമുണ്ട്. ഇതിപ്പോൾ ഒരു സ്റ്റേറ്റ് ആകെ എത്രയോ ദിവസമായി, കഴിഞ്ഞ 6-7 ദിവസമായി ഒരു സംസ്ഥാനമാകെ ഈ ഒരു വാർത്തയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. ടെലിവിഷൻ ചാനലുകൾ മുഴുവൻ സമയവും ഈ വാർത്ത കവർ ചെയ്യാണ്. അപ്പോൾ ഒരു ജീവൻ രക്ഷപ്പെടുമോ, നമ്മുടെ ഒരു സഹോദരൻ അയാൾ തിരിച്ചു വരുമോ, ഒരു സർവൈവൽ ഉണ്ടാവുമോ, ഇത് മനുഷ്യരെ വല്ലാതെ മതിക്കുന്ന ഒരു ചോദ്യമാണ്. ഒപ്പം നമ്മുടെ കൂട്ടായ്മ, മറ്റിപ്പോൾ രാഷ്ട്രീയ കക്ഷി, അതുപോലെ തന്നെ ജാതി മതഭേദങ്ങളൊക്കെ മറ്റു പല കാര്യങ്ങളിലും ഉണ്ടാവുമെങ്കിലും ഇക്കാര്യത്തിൽ മാനവികത കാര്യത്തിൽ നമുക്കതൊന്നും ഇല്ലതാനും. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു പ്രതികരണം ഉണ്ടായി. അത് കൂടിപ്പോയോ കുറഞ്ഞു പോയോ അത് വേറൊരു ഡിബേറ്റാണ്. എങ്കിൽ പോലും ഇത് ആ നിലയ്ക്ക് കൂടി ഒരു മാതൃക സെറ്റ് ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഞാനതിനെ കാണുന്നത് ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ കേരളീയർക്ക് എപ്പോഴും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ശ്രീ അഭിലാഷ്. നമ്മൾ പലപ്പോഴും ഇതിനു മുൻപും അത് കാണിച്ചിട്ടുള്ളതാണ്. പക്ഷെ ചില സമയത്ത് അത് അപകടകരമായിട്ടുള്ളൊരു സ്ഥിതിയിലേക്ക് മാറുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ അത് ഞാനിത് പറയുന്നത് ആസ് എ ഒബ്സർവർ പുറത്ത് നിൽക്കുമ്പം മാധ്യമങ്ങളെ ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇന്നും ഞാൻ അത് പറയുകയാണ്. മാധ്യമങ്ങളും ഒന്ന് ആത്മപരിശോധന നടത്താനുള്ള ഒരു കാര്യമുണ്ട് ഈ ഒരു റിപ്പോർട്ടിങ്ങിൽ. കാരണം ധാരാളം മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു. അവരെല്ലാം വളരെ ഒരു സെൻസേഷണലൈസ് ഉള്ള രീതിയിലേക്ക് റിപ്പോർട്ടിംഗ് അവിടെ നടത്തി എന്ന് എൻ്റെ ഒരു വിമർശനമാണ്. അതിൻ്റെ കാരണം കൊണ്ട് എന്ത് പറ്റുന്ന വെച്ചാൽ, ഈ വീട്ടിലിരിക്കുന്ന ആ അർജുൻ്റെ കുടുംബം അവരെല്ലാം ടെലിവിഷനിലൂടെയൊക്കെയാണ് ന്യൂസ് കിട്ടുന്നത്. മറ്റു കാര്യം അവരുടെ മനസ്സിനകത്തുള്ള ആ ഒരു കാര്യം, അതുപോലെ തന്നെ ഈ കംപ്ലീറ്റ് പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്തതും അത് വലിയൊരു റോളുണ്ടായി. അപ്പം അത് വളരെ ഒരു ഫൈൻ ലൈനാണ് ശ്രീ അഭിലാഷ്. അതായത് കറക്റ്റ് റിപ്പോർട്ടിംഗ് ആൻഡ് ഹൈപ്പർ സെൻസിറ്റൈസേഷൻ എന്നുള്ളത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്നലെ ഒരു ചാനൽ പറഞ്ഞാണ്, അവിടെ ഡ്രോൺ വെച്ചിട്ടൊക്കെ റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്യുന്നത് ഫൈൻ, അതെല്ലാം ഈ വിഷ്വൽസ് കിട്ടാനാണ്. പക്ഷെ ഒരു ഓപ്പറേഷണൽ ആസ്പെക്റ്റിൽ ഒരു ഡ്രോൺ അവിടെ ഉപയോഗിക്കുന്നത് ആ ഒരു ഓപ്പറേഷന് തടസ്സമാൻ ഉള്ള സാധ്യതയുണ്ട്. ഞാൻ ഇന്നലെ കണ്ട ഒരു വിഷ്വലിൽ നേവിയുടെ ബോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഇന്നലെ മെനഞ്ഞു. അതിന് തൊട്ട് മുകളിലായിട്ടാണ് ഒരു ഡ്രോൺ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഏതോ ഒരു മീഡിയ ചാനലിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെ എങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു ഡ്രോണിനെയും അവർ അലൗ ചെയ്തില്ല. അതുപോലെ തന്നെ നാളത്തെ MLA വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഈ ഡിസ്റ്റർബൻസസ്, അതായത് റേഡിയോ ഇന്റർഫറൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മീഡിയ പോലും അവിടെ നിന്ന് നിൽക്കരുതെന്നുള്ള ഒരു അഭ്യർത്ഥന അവർ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു റിപ്പോർട്ടിംഗ് ഡെഫിനറ്റ്ലി വേണം. ആ റിപ്പോർട്ടിങ്ങും മീഡിയയുടെ പ്രഷർ ഉണ്ടായിട്ട് മാത്രമാണ് ഇന്ന് അർജുനന് വേണ്ടി ഇത്രയും കംപ്ലീറ്റ് സിസ്റ്റം അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യുന്നു. പക്ഷെ അത് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ചില സമയത്ത് തെറ്റായ രീതിയിലേക്കുള്ള പ്രഷർ ബിൽഡ് ചെയ്ത് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു മാറിക്കഴിഞ്ഞാൽ ആ വഴി തെറ്റി തന്നെ അത് പോകും. അവിടെ പറ്റാൻ പോകുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്ന ആളുകളെ നമുക്ക് ഇങ്ങനത്തെ പ്രഷർ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ചിലപ്പോൾ മാറും. അപ്പം അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം റിപ്പോർട്ടിംഗ് ചെയ്യാനും. അതുപോലെ തന്നെ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഓഫ്കോഴ്സ് നമുക്ക് ഒന്നും തൊടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എല്ലാവരുടെയും മൊബൈലുണ്ട്, എല്ലാവർക്കും ഓരോ അഭിപ്രായമുണ്ട്, എല്ലാവരും എക്സ്പേർട്സ് ആണ്. അപ്പോൾ ആ രീതിയിലേക്ക് പോകുമ്പം നമുക്ക് അവരെ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് മീഡിയ എന്നുള്ള നിലയിൽ അവർ കൃത്യമായിട്ട് കുറച്ചുകൂടെ ഒരു ആത്മപരിശോധന നടത്തണമെന്നാണ് എൻ്റെ ഒരു കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതും വളരെ വേദനയോടെ തന്നെ ഞാൻ പറയുകയാണ്. അതായത് ഒരു പൂർവ്വസൈനികൻ എന്നുള്ള നിലയിൽ ആ അമ്മയുടെ ആ വിഷമം എനിക്ക് മനസ്സിലാവും, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ആ അർജുൻ്റെ അമ്മയുടെ വിഷമം നമുക്ക് മനസ്സിലാവും. പക്ഷെ ആ അമ്മയെ കൊണ്ട് സൈന്യം ഒന്നും ചെയ്തില്ല. കോമാളി വേഷം കെട്ടുന്ന ആരാണ് ആ സ്ത്രീ ബാക്കിൽ നിന്ന് പറഞ്ഞത്? അവർ മാധ്യമങ്ങൾ കൂടെ ഉള്ളല്ലേ അത് പറഞ്ഞത്. എന്തിനാണ് അവരങ്ങനെ പറയാൻ പോയത്? 24 മണിക്കൂർ ആയതേ ഉള്ളായിരുന്നു സൈന്യം അവിടെ എത്തിയിട്ട്. എങ്ങനെയാണ് ഇന്നിപ്പം ഈ ട്രക്ക് പുഴയിൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവർ സൈന്യം വന്നത് വെറുതെ അവിടെ ചെന്ന് വെറുതെ കാണിച്ചില്ല എന്നുള്ളൊരു കാര്യം എന്തായാലും ക്ലിയർ ആയല്ലോ. അപ്പൊ എന്തിനാണ് അവർ അങ്ങനെ പറയാൻ പോയത്? അവർ കൃത്യമായിട്ടുള്ള എന്തെങ്കിലും അജണ്ട ഉണ്ടായിരുന്നോ? ഒരു സൈന്യത്തിന്, ഒരു ഇന്ത്യൻ ആർമി സ്വന്തം അവരുടെ ജീവൻ കളഞ്ഞ് അവിടെ പ്രവർത്തിക്കുമ്പോൾ അവർ വന്ന് ഇങ്ങനത്തെ ആ അമ്മയെ കൊണ്ട് എന്തിനാണ് അങ്ങനെ പറയിപ്പിച്ചത്? അപ്പൊ ഇതെല്ലാം കാരണം ഒരു സെൻസേഷണലൈസ് ഉള്ള രീതിയിലേക്ക് ഈ ന്യൂസ് മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതിൻ്റെയൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് നാളെ. ഇന്നിപ്പം നമ്മളിപ്പോൾ എന്തായാലും ഇവിടം വരെ എത്തി. നാളെ ഈവൻ ഇൻ കേരള ഇങ്ങനെ ഒരു വിഷയം വരെയാണെങ്കിൽ അത് മീഡിയ കറക്റ്റ് രീതിയിൽ ആ ഒരു വേണ്ട രീതിയിലുള്ള ഒരു റിപ്പോർട്ടിംഗ് ചെയ്തില്ലെങ്കിൽ അതും ചിലപ്പോൾ നമുക്ക് വലിയ വില കൊടുക്കും എന്നുള്ള ഒരു ഹംബിൾ റിക്വസ്റ്റ് ശ്രീ അഭിലാഷിനെ പോലുള്ള ഇത്രയും മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ മാതൃഭൂമി ചാനൽ എന്നുള്ള ഇത്രയും നല്ല ഒരു വാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു ചാനലിലൂടെ ഞാൻ ആസ് എ പൂർവ്വ സൈനികൻ ഇത് നിങ്ങളുടെ മുന്നിൽ വെക്കാനാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു നിരീക്ഷണമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതൊരു ടൈറ്റ് റോപ്പ് വാക്കാണ്.
അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ശരിക്കും ദുരന്തമുഖത്ത് എങ്ങനെയാണ് മാധ്യമ പ്രവർത്തനം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് വഴിവെക്കുന്ന ഒരു സംഭവം കൂടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നിശ്ചയമായും എല്ലാ കാര്യങ്ങളും കവർ ചെയ്യണം, അതിൻ്റെ മാനവിക വശങ്ങൾ ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ അത് നാട്ടുകാരിലേക്ക് എത്തിക്കണം. അതേസമയം തന്നെ ജഡ്ജ്മെന്റിലാവാൻ, വിധിക്കാനുള്ള എക്സ്പെർട്ടൈസ് മാധ്യമങ്ങൾക്കോ മാധ്യമ പ്രവർത്തകർക്കോ ഇല്ല. നിങ്ങൾ അത് ചെയ്യൂ, ഇത് ചെയ്യൂ, ആ ചെയ്യുന്നത് തെറ്റാണ്, ഈ ചെയ്യുന്നതാണ് ശരി എന്ന് പറയാനുള്ള എക്സ്പെർട്ടൈസ് ഇല്ല എന്ന സ്വയം ബോധ്യം മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ ഒരു കൺസെൻസസ് ഒരു പക്ഷേ ഇതിനൊടുവിൽ ഉണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും പോസിറ്റീവായി പ്രതീക്ഷിക്കാം.